ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ മദർ ആഗ്നസിന്റെ ഫീസ്റ്റാണ്. എറണാകുളത്തുനിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു. നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യം പറയുമ്പോഴൊരു ഒരു വായന. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വല്ലതും കേട്ടോ? നാളെ മദറിന്റെ ഫീസ്റ്റാണ്, എറണാകുളത്ത് പോകണം, പിന്നെ ബുക്ക് വായിക്കണം. തമാശ കള ചേട്ടാ. നീ വേണമെങ്കിൽ പൊയ്ക്കോ, എനിക്ക് വരാൻ പറ്റില്ല, ഒരുപാട് ജോലിയുണ്ട്. പോകുന്നെങ്കിൽ നമ്മൾ രണ്ടാളും കൂടിയേ പോകും. രവിയേട്ടനില്ലാതെ ഞാൻ ഇതുവരെ തനിച്ചങ്ങും പോയിട്ടില്ല. നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നതല്ലേ. നമ്മൾ ചെന്നില്ലെങ്കിൽ മദർ എന്ത് വിചാരിക്കും? ഞാൻ 12 വർഷം ജീവിച്ചത് അവിടെയാണ്. എന്റെ അമ്മയായിരുന്നു അവർ. എല്ലാം രവിയേട്ടൻ അറിയാവുന്നതല്ലേ. ഞാൻ അന്ന് അനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു. എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥരായ ഒരു നല്ല പെൺകുട്ടി വിവാഹം ചെയ്ത് സുഖമായിട്ട് ലാവിശായിട്ട് ജീവിച്ചേനെ. അച്ഛനും അമ്മയും ധിക്കരിച്ച് വീട് വിട്ടിറങ്ങി പോരേണ്ടി വരില്ലായിരുന്നു എന്നുകൂടി പറയും. അതായിട്ട് എന്തിനാ പറയാണ്ടിരിക്കുന്നത്? രണ്ടിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. മലയാളം എമ്മയല്ലേ. നാളെ അവിടെ പോയാ പോരെ. കത്ത് ബാഗിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ വായിച്ചു. പോണോന്ന് തീരുമാനിക്കുകയും ചെയ്തു. പോരെ. മിനിക്കുട്ടിയോടെ? മിനിക്കുട്ടി, മിനിക്കുട്ടി, നീ അവിടെ ഇരിക്കും. മോനെ അടുത്ത മുറി ഞങ്ങൾ കിടത്തിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുഴയും. അവൾ തനിച്ച് കിടക്കില്ല. ഈ കുട്ടികളെ അടുത്ത് കിടത്തിയുള്ള ക്രിയകളുണ്ടല്ലോ, അത് അപകടമാണ്. സത്യങ്ങളും പിന്നെ ധർമ്മകർമ്മങ്ങളെന്നിവ സകലതും വേർതിരിച്ചറിയാനും ലോകശാന്തി പുലർത്താനും നൽക ഞങ്ങൾക്കനുഗ്രഹം, നൽക ഞങ്ങൾക്കനുഗ്രഹം. ഇത്രയും സമയം കാണാതിരുന്നുകൊണ്ട് നിങ്ങൾ ഇനി വരില്ലെന്ന് കരുതി. ട്രെയിൻ ലേറ്റായിരുന്നു. ബാങ്കിൽ തന്നെയല്ലേ? അതെ. മോള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ. അവിടെ പഠിക്കാനൊരല്പം മോശമാണ്. മോള് അമ്മയെ പോലെ പഠിച്ചു മിടുക്കിയാവണം കേട്ടോ. വരും. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയിക്കോളൂ. നീയാണെങ്കിൽ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കൂ. അയ്യോ, ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം. ആരും ആശ്രയത്തിനല്ലേ, പിന്നെ എന്ത് ചെയ്യും? നീ ആ കുട്ടിയോട് ഇങ്ങോട്ടിരിക്കാൻ പറ. ഇവിടെ ഇരിക്കാം. വരൂ. നീ അല്പം നീങ്ങിട്ട്. എങ്ങോട്ടാണ്? തിരുവനന്തപുരത്ത്. ഞങ്ങളും അതെ. എന്താ പേര്? രാധ. റിസർവേഷൻ ഉണ്ടല്ലേ? ഇല്ല. അയ്യോ, ഇത് റിസർവേഷൻ കമ്പാർട്ട്മെന്റാണല്ലോ. എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇല്ല. സാരമില്ല, നമുക്ക് 3 ബർത്തുണ്ടല്ലോ. ലോവർ ബർത്തിൽ ആ കുട്ടി കിടന്നോട്ടെ, ഞാൻ മുകളിൽ കിടക്കാം. TTR വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം. രാധേ, എന്തിനാ രാധ കരയുന്നേ? എന്ത് പറ്റി രാധ? ചേച്ചി, പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയൂ. ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും
ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി. മകളുടെ പച്ച മാംസം കൊതിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക്. അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ്. എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക് എന്നോട്. എന്താടി ഇത്ര രജിസ്റ്റർ വായിക്കുന്നത്? പല പ്രേമകഥകളായിരിക്കും അല്ലേ? നീ എന്താടി പന്തം കണ്ട പരിചയ പോലെ നോക്കുന്നത്? ഇങ്ങോട്ട് വാടി. ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. അയാൾ എന്റെ പിന്നാലെ കുറെ ദൂരം ഓടിക്കാണും. ഭാഗ്യത്തിന് വണ്ടി കിട്ടി. തിരുവനന്തപുരത്ത് ആരുണ്ടോ? വേണുവേട്ടൻ. അമ്മാവിന്റെ മകനാ. എന്റെ വേണുവേട്ടൻ മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ. വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം? അഡ്രസ് അറിയാമോ? വേണുവേട്ടന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല. എന്ത് ജോലിയാ? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഏതായാലും രാധ സമാധാനം കിടന്നുറങ്ങും. നേരം നൽകട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഇല്ല തന്നെ. വരൂ ആന്റി, ഇതാ ഞങ്ങളുടെ വീട്. വരൂ രാധ. ബാങ്കിൽ പോകുന്ന സമയമായി. ഞാനൊന്ന് കുളിച്ചിരിക്കട്ടെ. വരൂ ആന്റി. ആന്റിയുടെ കയ്യിൽ നിന്ന് വിടുമോളെ. ആന്റി വരൂ. രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളൂ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ. ടവല് സോപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്. രാധയ്ക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം. എന്താ രാധ? ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. വരൂ മോളെ, നോക്ക് കുളിക്കണ്ടേ? ഞാൻ ആന്റിയുടെ കൂടെ കുളിച്ചോളാം. ഇതിൽക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. ഇനി രാധയുടെ പാടായിരിക്കും. ഒരിടത്തും അവൾ വിടില്ല. ഞാൻ പോയി സാരി എടുത്തോണ്ട് വരാം. വാ ആന്റി, കുളിക്കാം. എന്താ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും? ഇല്ല, ബാങ്കിൽ ഒരുപാട് ജോലിയുണ്ട് മോളെ. മോളെ, ഈ ഡാഡിക്ക് ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ എന്ത് പാടാ. ഞാനൊന്ന് വേഗം വലുതായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഉമ്മ കൊടുക്കാമായിരുന്നു. അല്ലേ മമ്മി? ബാങ്കിലേക്ക് പോകുന്ന വഴി വേണുവിനെ ഒന്ന് അന്വേഷിക്കാം. രാധ ധൈര്യമായിട്ടിരിക്കും. ഞാൻ പോട്ടെ. വരൂ രാധ, കാപ്പിടിക്കാം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ വേണുവിനെ അറിയാവോ? ഇല്ല. എവിടെ അന്വേഷിച്ച വിവരം അറിയാം? അവരുടെ അസോസിയേഷനിൽ പോയി അന്വേഷിച്ച അവരോട് വിവരം അറിയാം. താങ്ക് യു. വേണു മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പോയിരിക്കുകയാണ്. പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്നറിയാം. ഫ്രം അഡ്രസ് എനിക്കറിയില്ല. വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. എന്ന് വരുമെന്നറിയാമോ? കൃത്യമായി പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നീട് ഒന്ന് കണ്ടോ. വൈകിട്ട്. എന്തായി? വേണുവിന്റെ വല്ല വിവരവും കിട്ടിയോ? ഇല്ല. അയ്യോ, രാധ ഇപ്പോഴേ നെർവസ് ആണ്. ഇതുകൂടി കേൾക്കുമ്പോൾ
വേണു മദ്രാസിൽ കോൺഫറൻസിന് പോയിരിക്കുകയാണെന്നാണ് അവർ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത്. രാധേ, രാധേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ എഴുന്നേൽക്കൂ. നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം. രവിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. വേണുവേട്ടനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെയില്ലേ? ഞാനൊരു അനാഥയാണ് ചേച്ചി. അങ്ങനെ വിചാരിക്കരുത്. നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. എന്റെ കല്യാണം കഴിയുന്നതുവരെ എനിക്കാരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ആരും. ഈശ്വരൻ നിന്നെ കൈവിടില്ല. നീ വിഷമിക്കാതിരിക്കൂ.